വയനാട് രണ്ടിടങ്ങളിലായി കാട്ടാനകളുടെ ആക്രമണം. നെല്ലാക്കോട്ട ടൗണിൽ കാട്ടാന കാർ തകർത്തു. ആന കാർ കുത്തി മറിച്ചിടുകയായിരുന്നു. വണ്ടിയുണ്ട് ഒരാഴ്ചയായി ഒറ്റയാൻ ഇവിടെ വിലസുകയാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബത്തേരി പാട്ടവയൽ അന്തർ സംസ്ഥാന റോഡിൽ KSRTC ബസ്സിന് നേരെയും കാട്ടാനകൾ പാഞ്ഞെടുത്തു. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, കാട്ടാനകളുടെ അക്രമം വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് വയനാട്ടിൽ നിന്ന്. 2 സംഭവങ്ങൾ ഉണ്ടായെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? നെല്ലാക്കോട്ട തമിഴ്നാട്ടിലാണ്. നീലഗിരി ജില്ലയിലെ പന്തലൂർ താലൂക്കിൽപ്പെട്ട നെല്ലാക്കോട്ട കേരള അതിർത്തിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ്. ഈ പ്രദേശങ്ങളൊക്കെ തന്നെ ഈ വന്യമൃഗ ശല്യമുള്ള പ്രദേശങ്ങളാണ്. നെല്ലാക്കോട്ടയിൽ ഇതിനു മുമ്പും കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. നിരവധി തവണ കാട്ടാന പകൽ പോലും ഇറങ്ങുന്ന ഇടമാണ് അത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ ആക്രമണം ഉണ്ടായത്. കാറിന് സാരമായ കേടുപാടുകൾ പറ്റി. എന്നാൽ വീണ്ടും ആളുകൾ ബഹളം വെച്ചതോടെ കാട്ടിലേക്ക് കാട്ടാന കയറി പോവുകയായിരുന്നു. മറ്റൊന്ന്, നൂൽപ്പുഴ പാട്ടോയിൽ റോഡ് സുൽത്താൻ ബത്തേരിക്ക് എത്തുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രധാന അന്തർ സംസ്ഥാന പാതയാണ്. ഇവിടെയും വനപാതയിലൂടെ ഉള്ള റോഡ് ഭാഗത്താണ് ഇത്തരത്തിൽ കാട്ടാന ബസ്സിന് നേരെ വന്നത്. ഇതിനു മുമ്പും ഇത്തരത്തിൽ ആ പ്രദേശത്ത് കാട്ടാനയുടെ ഇത്തരം വാഹനങ്ങൾക്കെതിരെയുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആളപായം അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇത് വനപാതയിലാണ് എന്നതാണ് മറ്റൊരു കാര്യം. കാട്ടാനയുള്ള പ്രദേശമാണ്. എന്നാലും മറ്റ് അപകടങ്ങളൊന്നും ഇതുവരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ഈ വനപാതയിൽ ഉൾപ്പെടെ കാട്ടാനകൾ ഈ നേരെ പാഞ്ഞെടുക്കുന്നു എന്നത് ഈ ഇരുചക്ര വാഹനങ്ങൾ ഉള്ള ആളുകൾക്ക് പോലും വലിയ ഭീഷണിയാവുന്നുണ്ട്. ഇത് ബസ് ആയതുകൊണ്ട് മാത്രം മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമാണ് കരുതാനുള്ളത്. മറ്റത് ആദ്യം പറഞ്ഞ കാര്യം, അത് നെല്ലാക്കോട്ടയിലാണ്, നീലഗിരി ജില്ലയിലാണ്, തമിഴ്നാട്ടിലാണ്. കേരള അതിർത്തിയിൽ അപ്പുറയുള്ള ഒരു ഗ്രാമമാണ്. അവിടെ ഈ വന്യമൃഗ ശല്യം പൊതുവെ പതിവാണ്. അതിനിടയ്ക്കാണ് കാട്ടുകൊമ്പൻ രാത്രി ഒറ്റയാൻ ഇറങ്ങി ഇത്തരത്തിൽ കാർ ഉൾപ്പെടെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശരി രതീഷ്, ഇപ്പോൾ വയനാട്ടിലെ കാട്ടാനാക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു രതീഷ് വാസുദേവൻ.